ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക കൊണ്ട് നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ലൈറ്റ് ഗ്രീൻ കളറിലുള്ള പാവയ്ക്കയാണ്. അതിനധികം കയ്പൊന്നുമില്ല. ഡാർക്ക് ഗ്രീൻ കളറിലെ പാവയ്ക്കയുണ്ട്, അതിന് ഇതിനേക്കാളും കയ്പായിരിക്കും. അപ്പോൾ കയ്പ് പോകാനായിട്ടൊരു ടിപ്പ് പറയാം. നമ്മളിത് അരിഞ്ഞിട്ട് ഉപ്പ് തിരുമ്മിയിട്ട് കുറച്ച് നേരം വെച്ചേക്കണം, ഒരു 10 മിനിറ്റെങ്കിലും വെച്ചേക്കണം. അതിനകത്ത് നിന്ന് ആ വെള്ളമെല്ലാം ഇങ്ങനെ ഇറങ്ങി വരും. ആ വെള്ളം നമ്മൾ സ്ക്യൂസ് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ നമ്മളത് ഫ്രൈ ചെയ്യാൻ എടുക്കുകയാണെങ്കിൽ അധികം കയ്പുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 വലിയ പാവയ്ക്കയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാറ്റർ നോക്കാം, എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് നോക്കാം. 3/4 കപ്പ് അളവിൽ കടലമാവ്, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഇതിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഉപ്പ്, കുറച്ച് ഗരം മസാല. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ച് ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒഴിച്ചേക്കുന്നത് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളമാണ്. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനിയും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട. റെസ്റ്റ് ചെയ്യാൻ വെച്ചാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിന്ന് അതിൻ്റെ വെള്ളം ഇറങ്ങിയിട്ട് ഭയങ്കര കയ്പായി പോവും. പിന്നെ അത് വറുത്ത് കഴിയുമ്പോൾ ഒരു ടേസ്റ്റ് കാണത്തില്ല. അപ്പോൾ അന്നേരം തന്നെ നമുക്കത് വറുത്തെടുക്കാവേ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിനകത്തൂടെ നമുക്ക് പാവയ്ക്ക ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാമേ.